ഹായ് ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിൻ്റെ ബാക്കി കേൾക്കാം. പ്രൊഫസർ അംബ്രിഡ്ജിൻ്റെ ഓഫീസിൽ വെച്ച് ഹാരിയുടെ കയ്യിൽ അംബ്രിഡ്ജ് പിടിച്ചപ്പോൾ ഹാരിക്ക് തൻ്റെ സ്കാർ വേദനിച്ചതും അതിനെക്കുറിച്ച് ഹാരി ഹെർമിയോണിയോട് ഷെയർ ചെയ്യുന്നിടത്താണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. So without further ado, let's get jump into the story. നീ ഉദ്ദേശിക്കുന്നത് ക്വിറലിനെ നിയന്ത്രിക്കുന്നത് പോലെ അവളെയും യൂനോഹു നിയന്ത്രിക്കുന്നു എന്നാണോ? വെൽ, ഹാരി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതൊരു സാധ്യതയാണ് അല്ലേ? സാധ്യതയുണ്ട്. ഒരു സംശയത്തിന്റെ കണിക ബാക്കി നിർത്തി ഹെർമിയോണി പറഞ്ഞു. പക്ഷേ ക്വിറലിന്റെ ശരീരത്തിൽ കയറിയതുപോലെ അവളുടെ ശരീരത്തിൽ കയറേണ്ട ആവശ്യമുണ്ടോ? അതായത് അവനിപ്പോൾ ശരിയായ ജീവനുണ്ട് അല്ലേ? അവന് സ്വന്തം ശരീരമുണ്ട്. മറ്റൊരാളുടെ ശരീരം പങ്കിടേണ്ട ആവശ്യമില്ല. ഇംപീരിയസ് കേഴ്സ് ഉപയോഗിച്ച് അവളെ കീഴ്പ്പെടുത്തിയതാകാമെന്ന് ഞാൻ കരുതുന്നു. ഫ്രെഡും ജോർജും ലീ ജോർദാനും ഒഴിഞ്ഞ ബട്ടർ ബിയർ കുപ്പികൾ കൂട്ടിമുട്ടിക്കുന്നത് ഹാരി ഒരു നിമിഷം നോക്കി നിന്നു. അപ്പോൾ ഹെർമിയോണി പറഞ്ഞു, അതേപോലെ കഴിഞ്ഞ വർഷം നിന്നെ ആരെങ്കിലും തൊട്ടിട്ടാണോ നിന്റെ സ്കാർ വേദനിച്ചത്? ആ സമയത്ത് യൂനോഹു അനുഭവിക്കുന്ന വികാരവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഡംബിൾഡോർ പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഇതിന് അംബ്രിഡ്ജുമായി ഒരു ബന്ധവുമില്ലായിരിക്കാം. ഒരുപക്ഷെ നീ അവളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ച യാദൃശ്ചികതയായിരിക്കാം ഇത്. ദുഷ്ടസ്ത്രീ. ഹാരിക്ക് തന്റെ മനസ്സിനെ നിയന്ത്രിക്കാനായില്ല. അവൾ ഭയങ്കര തന്നെയാണ്, അതെ. പക്ഷേ ഡംബിൾഡോർ നിന്റെ മുറിവ് വേദനിച്ച കാര്യം അറിയണമെന്ന് ഞാൻ കരുതുന്നു ഹാരി. 2 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ഡംബിൾഡോറിനടുത്തേക്ക് പോകാനുള്ള നിർദ്ദേശം ഹാരിക്ക് ലഭിച്ചിരുന്നത്. ഹെർമിയോണിക്കുള്ള അവന്റെ ഉത്തരം റോണിനുള്ള ഉത്തരത്തിന് സമാനമായിരുന്നു. ഇതും പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ പറഞ്ഞതുപോലെ ഇത് വലിയ കാര്യമൊന്നുമല്ല. വേനൽക്കാലം മുഴുവൻ ഇതിടക്കിടെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാത്രി അതല്പം മോശമായിരുന്നു, അത്രമാത്രം. ഹാരി, ഇത് ഡംബിൾഡോറിനെ നിർബന്ധമായും അറിയിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, ഹാരി സ്വയം നിർത്താൻ കഴിയുന്നതിന് മുമ്പ് പറഞ്ഞു. ഡംബിൾഡോറിന് എൻ്റെ ഈ ഒരു കാര്യം മാത്രമല്ലേ ആശങ്കയുള്ളൂ? എൻ്റെ ഈ സ്കാറിനെ അല്ലേ? അങ്ങനെ പറയരുത് ഹാരി, അത് തെറ്റാണ്. ഞാൻ ഇതിനെക്കുറിച്ച് സിറിയസിന് എഴുതാമെന്നാണ് കരുതുന്നത്. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഹാരി, നിനക്ക് അങ്ങനെ ഒരു കാര്യം ഒരു കത്തിൽ എഴുതാൻ കഴിയില്ല. ഹെർമിയോണി പരിഭ്രാന്തയായി. ഓർമ്മയില്ലേ, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മോഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി മൂങ്ങകളെ ആരും പിടികൂടില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ശരി ശരി, ഞാൻ അദ്ദേഹത്തോട് പറയുന്നില്ല, ഹാരി ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ എഴുന്നേറ്റു. ഞാൻ ഉറങ്ങാൻ പോകുന്നു, റോണിനോട് പറഞ്ഞേക്ക്. പറയുമോ? ഓനോ, ഹെർമിയോണി പറഞ്ഞു. നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകുകയാണ്. ഞാൻ തീർത്തും ക്ഷീണിച്ചിരിക്കുകയാണ്. നാളെ കുറച്ചുകൂടി തൊപ്പികൾ ഉണ്ടാക്കണം. നോക്ക്, നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്ക്. ഇത് വളരെ രസകരമാണ്. ഞാൻ പഠിച്ചു വരുന്നുണ്ട്. എനിക്കിപ്പോൾ പാറ്റേണുകളും ബോബിളുകളും എല്ലാം ചെയ്യാൻ കഴിയും. സന്തോഷത്താൽ തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് ഹാരി നോക്കി. ഇല്ല, എനിക്ക് കഴിയില്ല, അവൻ പറഞ്ഞു. എനിക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്, നാളെ പറ്റില്ല. അല്പം നിരാശയായ അവളെ നോക്കി അവൻ പടിക്കെട്ടിലേക്ക് കയറി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 14, പേഴ്സി ആൻഡ് പാറ്റ് ഫുഡ്. രാവിലെ തൻ്റെ ഡോമിറ്ററിയിൽ ആദ്യം ഉണർന്നത് ഹാരി ആയിരുന്നു. തൻ്റെ 4 പോസ്റ്ററുകളുടെ ഹാങ്ങിങ്ങുകളുടെ വിടവിലൂടെ സൂര്യപ്രകാശത്തിന്റെ കിരണത്തിൽ പൊടിപടലങ്ങൾ കറങ്ങുന്നത് നോക്കി അവൻ ഒരു നിമിഷം കിടന്നു. ഇന്ന് ശനിയാഴ്ചയാണെന്ന ചിന്ത ആസ്വദിച്ചു. ടേമിന്റെ ആദ്യ ആഴ്ച ഹിസ്റ്ററി ഓഫ് മാജിക്കിന്റെ നീണ്ട ഒരു പാഠം പോലെ എന്നേക്കുമായി നീണ്ടു നിന്നതായി അവന് തോന്നി. ഉറക്കച്ചടവിന്റെ നിശബ്ദതയും സൂര്യപ്രകാശത്തിന്റെ പുതുമയുള്ള രൂപവും കാണുമ്പോൾ ഇപ്പോൾ പൊട്ടിവിടർന്ന പ്രഭാതം പോലെയായിരുന്നു. അവൻ തന്റെ കിടക്കയ്ക്ക് ചുറ്റുമുള്ള കേർട്ടനുകൾ തുറന്ന് എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു തുടങ്ങി.
പക്ഷികളുടെ ദൂരെയുള്ള ചിലമ്പലുകൾ ഒഴികെയുള്ള ഒരേ ഒരു ശബ്ദം സഹതാമസക്കാരുടെ സാവധാനത്തിലുള്ള ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസമായിരുന്നു. അവൻ സ്കൂൾ ബാഗ് ശ്രദ്ധാപൂർവം തുറന്ന് കടലാസും ക്വില്ലും പുറത്തെടുത്ത് ഡോർമിറ്ററിയിൽ നിന്ന് കോമൺ റൂമിലേക്ക് പോയി. അണഞ്ഞുപോയ തീയുടെ അരികിൽ തന്റെ പ്രിയപ്പെട്ട പഴകിയ ചാരുകസേരയിൽ ഹാരി സുഖമായി ഇരുന്നു. മുറിയിൽ ചുറ്റും നോക്കിക്കൊണ്ട് തന്റെ കടലാസ് നിവർത്തി. സാധാരണയായി ഓരോ ദിവസത്തിന്റെയും അവസാനം കോമൺ റൂമിൽ ഉണ്ടാകാറുള്ള കടലാസ് കഷണങ്ങളും പഴയ ഗോബ് സ്റ്റോണുകളും ഒഴിഞ്ഞ ജാറുകളും മധുരപലഹാര റാപ്പറുകളും എല്ലാം അപ്രത്യക്ഷമായിരുന്നു. അതുപോലെ ഹെർമിയോണിയുടെ എൽഫ് തൊപ്പികളും. എത്ര എൽഫുകൾ ഇപ്പോൾ സ്വയം അറിയാതെ സ്വതന്ത്രരായിട്ടുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഹാരി തന്റെ മഷിക്കുപ്പി തുറന്നു. തന്റെ ക്വിൽ അതിൽ മുക്കി. തുടർന്ന് അത് തന്റെ കടലാസിലെ മിനുസമാർന്ന മഞ്ഞ കലർന്ന പ്രതലത്തിന് മുകളിൽ 1 ഇഞ്ച് മുകളിൽ വെച്ച് ആഴത്തിൽ ചിന്തിച്ചു. എന്തെഴുതണമെന്നറിയാതെ ഒഴിഞ്ഞ നെരിപ്പോടിലേക്ക് താൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ അല്പനിമിഷത്തിന് ശേഷം തിരിച്ചറിഞ്ഞു. വേനൽക്കാലത്ത് റോണും ഹെർമിയോണിയും തനിക്ക് കത്തുകൾ എഴുതുന്നത് എത്ര ബുദ്ധിമുട്ടിയായിരുന്നുവെന്ന് ഇപ്പോൾ അവന് മനസ്സിലായി. കത്തുമോഷ്ടാക്കൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംഭവിച്ചതെല്ലാം സിറിയസിനോട് എങ്ങനെ പറയും? അവൻ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കും? നെരിപ്പോടിലേക്ക് നോക്കി അവൻ കുറച്ചുനേരം അനങ്ങാതെയിരുന്നു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി തന്റെ ക്വിൽ വീണ്ടും മഷിക്കുപ്പിയിൽ മുക്കി ദൃഢനിശ്ചയത്തോടെ കടലാസിൽ വെച്ചു. ഡിയർ സ്നഫിൾസ്, സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആദ്യത്തെ ആഴ്ച മോശമായിരുന്നു. വാരാന്ത്യമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പുതിയ ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ് അധ്യാപിക പ്രൊഫസർ അംബ്രിഡ്ജ് ആണ്. അവർ നിങ്ങളുടെ അമ്മയെപ്പോലെ തന്നെ നല്ല സ്ത്രീയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഞാൻ നിങ്ങൾക്ക് എഴുതിയ കാര്യം ഇന്നലെ രാത്രി ഞാൻ അംബ്രിഡ്ജിന്റെ ഡിറ്റൻഷനിൽ ആയിരുന്നപ്പോൾ വീണ്ടും സംഭവിച്ചതിനാലാണ് ഞാൻ ഇത് എഴുതുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തിനെ ഞങ്ങൾക്കെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉടൻ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ബെസ്റ്റ്, ഹാരി. ഒരു അന്യന്റെ വീക്ഷണകോണിൽ നിന്ന് അതിനെ കാണാൻ ശ്രമിച്ചുകൊണ്ട് ഹാരി കത്ത് പലതവണ വീണ്ടും വീണ്ടും വായിച്ചു. ഇത് വായിച്ചതുകൊണ്ട് മാത്രം താൻ എന്താണ് സംസാരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അവർക്കെങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് അവന് മനസ്സിലായില്ല. സിറിയസ് ഹാഗ്രിഡിനെ കുറിച്ചുള്ള സൂചന മനസ്സിലാക്കുമെന്നും അയാൾ എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയുമെന്നും അവൻ പ്രതീക്ഷിച്ചു. ഹോഗ്വാർട്സിൽ ഇല്ലാതെ ഹാഗ്രിഡ് എന്ത് ചെയ്യുകയായിരിക്കുമെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവൻ ആ ചോദ്യം നേരിട്ട് ചോദിച്ചില്ല. വളരെ ചെറിയ ഒരു കത്തായിട്ടും എഴുതാൻ വളരെ സമയമെടുത്തു. എഴുതി തീരുമ്പോഴേക്കും അവനിരിക്കുന്ന മുറിയുടെ പകുതി ഭാഗത്തേക്കും സൂര്യപ്രകാശം കടന്നു വന്നിരുന്നു. മുകളിലുള്ള ഡോർമിറ്ററികളിൽ നിന്ന് ചലനങ്ങൾ അവന് കേൾക്കാൻ കഴിഞ്ഞു. കടലാസ് ശ്രദ്ധാപൂർവം അടച്ച് പോർട്രേറ്റ് ദ്വാരത്തിലൂടെ അവൻ ഔളറിയിലേക്ക് പോയി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ വഴി പോകില്ലായിരുന്നു. ഹാരി ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തൊട്ടു മുന്നിലുള്ള ഒരു ചുമരിലൂടെ നീങ്ങുകയായിരുന്ന നിയർലി ഹെഡ്ലെസ് നിക്ക് അസ്വസ്ഥതയോടെ പറഞ്ഞു. പാരസൽസിന്റെ പ്രതിമ കടന്നു പോകുന്ന അടുത്ത വ്യക്തിക്ക് നൽകാൻ പീസ് ഒരു രസകരമായ സമ്മാനം കരുതി വച്ചിട്ടുണ്ട്. പാരസൽസ് ആ വ്യക്തിയുടെ തലയിൽ വീഴുന്നത് പോലുള്ള സമ്മാനമാണോ? ഹാരി ചോദിച്ചു. രസകരമെന്ന് പറയട്ടെ, അതെ, നിയർലി ഹെഡ്ലെസ് നിക്ക് വിരസമായ ശബ്ദത്തിൽ പറഞ്ഞു. ബുദ്ധിയുടെ കാര്യത്തിൽ പീസ് ഇപ്പോഴും പിറകോട്ടാണ്. ബ്ലഡി ബാരണിനെ അന്വേഷിക്കുകയാണ് ഞാൻ. ഒരുപക്ഷെ അയാൾക്കത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഹാരി, സി യു. ബൈ, ഹാരി പറഞ്ഞു. ശേഷം വലത്തേക്ക് തിരിയുന്നതിനു പകരം ഇടത്തേക്ക് തിരിഞ്ഞു. കൂടുതൽ ദൈർഘ്യമേറിയതും എന്നാൽ സുരക്ഷിതവുമായ ഔളറി വഴിയാണത്. തിളങ്ങുന്ന നീലാകാശത്തേക്ക് തുറന്നിട്ട ജനാലകൾ കടന്ന് നടക്കുമ്പോൾ ഹാരിയുടെ ആവേശം ഉയർന്നു. അവന് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒടുവിൽ അവൻ ക്വിഡിച്ച് പിച്ചിലേക്ക് തിരിച്ചെത്തുകയാണ്. അവന്റെ കണങ്കാലിൽ എന്തോ ഒന്ന് സ്പർശിച്ചു. അവൻ താഴേക്ക് നോക്കിയപ്പോൾ കെയർടേക്കറുടെ അസ്ഥികൂടം പോലെയുള്ള ചാരനിറത്തിലുള്ള പൂച്ച മിസസ് നോറിസ് അവനെ കടന്നു പോകുന്നത് കണ്ടു. വിളക്കുപോലുള്ള
മഞ്ഞ കണ്ണുകൾ അവൾ ഒരു നിമിഷം അവന്റെ നേരെ തിരിച്ചു. തുടർന്ന് വിൽഫ്രഡ് ദ വിസ്റ്റ്ഫുളിന്റെ പ്രതിമയ്ക്ക് പിന്നിൽ അപ്രത്യക്ഷയായി. ഞാനിവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഹാരി അവളോട് ഉറക്കെ പറഞ്ഞു. തന്റെ ബോസിനെ അറിയിക്കാൻ പോകുന്ന രീതിയിലായിരുന്നു അവൾ പോയത്. അത് പക്ഷേ എന്തുകൊണ്ടെന്ന് ഹാരിക്ക് മനസ്സിലായില്ല. ശനിയാഴ്ച രാവിലെ ഔളറിയിലേക്ക് പോകാൻ പൂർണ്ണ അവകാശം അവനുമുണ്ടായിരുന്നു. സൂര്യൻ ആകാശത്ത് ഉദിച്ചു നിന്നു. ഹാരി ഔളറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗ്ലാസ് ഇല്ലാത്ത ജനാലകൾ അവന്റെ കണ്ണുകളെ അമ്പരപ്പിച്ചു. വൃത്താകൃതിയിലുള്ള മുറിയിൽ സൂര്യപ്രകാശത്തിന്റെ കട്ടിയുള്ള വെള്ളിരശ്മികൾ പരന്നു. അതിൽ 100 കണക്കിന് മൂങ്ങകൾ ഉത്തരത്തിൽ കൂടുകൂട്ടിയിരുന്നു. പ്രഭാത വെളിച്ചത്തിൽ അവരൽപ്പം അസ്വസ്ഥരായിരുന്നു. ചിലത് വേട്ടയാടൽ കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ഉള്ളൂ. വൈക്കോൽ മൂടിയ തറയിൽ ചെറിയ മൃഗങ്ങളുടെ അസ്ഥികൾക്കിടയിലൂടെ അവൻ കാലെടുത്തു വച്ചു. തന്റെ കഴുത്ത് തിരിച്ച് ഹെഡ്വിഗിനെ അന്വേഷിച്ചു. ആ, അവിടെയുണ്ടോ? കമനാകൃതിയിലുള്ള സീലിംഗിന്റെ ഏറ്റവും മുകളിലായി അവളെ അവൻ കണ്ടു. ഇവിടെ വാ, ഒരു കത്തുണ്ട്. ഒരു ചെറിയ ചിറകടി ശബ്ദത്തോടെ അവൾ അവന്റെ തോളിലേക്ക് താഴ്ന്നിറങ്ങി. റൈറ്റ്, പുറത്ത് സ്നഫിൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അവൻ അവളോട് പറഞ്ഞു. അവളുടെ കൊക്കിൽ പിടിക്കാൻ കത്ത് അവൾക്ക് നൽകി. പക്ഷേ ഇത് സീരിയസിനുള്ളതാണ്, ഓക്കെ? അവൾ അവളുടെ ആംബർ കണ്ണുകൾ ചിമ്മിയത് അവൾക്കത് മനസ്സിലായി എന്നാണെന്ന് അവൻ കരുതി. എങ്കിൽ സുരക്ഷിതമായി പോയിട്ട് വാ. അവളെ ജനാലയ്ക്കരികിലേക്ക് കൊണ്ടുപോയി. ഒരു നിമിഷം കയ്യിൽ അമർന്ന ശേഷം കണ്ണു കാണാത്ത പ്രകാശമുള്ള ആകാശത്തേക്ക് ഹെഡ്വിഗ് പറന്നുയർന്നു. അവൾ ഒരു ചെറിയ കറുത്ത പൊട്ടായി മാറുന്നതുവരെ അവൻ അവളെ നോക്കി. തുടർന്ന് ഹാഗ്രിഡിന്റെ കുടിലിലേക്ക് തന്റെ നോട്ടം മാറ്റി. ഈ ജനാലയിലൂടെ വ്യക്തമായി കാണാം. അവിടെ ആൾതാമസമില്ല, ചിമ്മിനിയിൽ പുകയില്ല, കർട്ടനുകൾ മൂടപ്പെട്ടിരിക്കുന്നു. വിലക്കപ്പെട്ട വനത്തിന്റെ മരക്കൊമ്പുകൾ ഇളം കാറ്റിൽ ആടിയുലഞ്ഞു. ഹാരി അത് നോക്കി ശുദ്ധവായു ആസ്വദിച്ചു. പിന്നീട് കിടിച്ചിനെ കുറിച്ച് ചിന്തിച്ചു. തൊട്ടടുത്ത നിമിഷം അവനത് കണ്ടു. ഹോഗ്വാർട്സ് വണ്ടികൾ വലിച്ചിരുന്ന കുതിരയെ പോലുള്ള ആ വിചിത്ര ജീവി തുകൽ പോലെ കറുത്ത ചിറകുകൾ വിടർത്തി ഒരു ഭീമാകരനായ പക്ഷിയെ പോലെ മരങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. തുടർന്ന് ഒരു വലിയ വൃത്തമുണ്ടാക്കി പറന്ന് പിന്നീട് മരങ്ങളിലേക്ക് വീണ്ടും ഊളിയിട്ടു. എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. ഹാരിക്ക് താൻ കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഹൃദയം ഭ്രാന്തമായി മിടിക്കുന്നുണ്ടെന്ന് മാത്രം. പൊടുന്നനെ പിന്നിൽ ഔളറി വാതിൽ തുറന്നു. അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ചോ ചാങ് അവളുടെ കൈകളിൽ ഒരു കത്തും ഒരു പാഴ്സലും പിടിച്ചു നിൽക്കുന്നതാണ്. ഹായ്, ഹാരി യാന്ത്രികമായി പറഞ്ഞു. ഓ ഹായ്, ഇത്രയും നേരത്തെ ആരും ഇവിടെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. 5 മിനിറ്റ് മുമ്പാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നെൻ്റെ അമ്മയുടെ ജന്മദിനമാണെന്ന്. അവൾ പാഴ്സൽ ഉയർത്തിപ്പിടിച്ചു. റൈറ്റ്, ഹാരി പകച്ചു. അവന്റെ തലച്ചോർ പ്രവർത്തനരഹിതമായി തോന്നി. രസകരമായ എന്തെങ്കിലും പറയാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ ആ ഭീകര ചിറകുള്ള കുതിരയെക്കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിൽ മായാതെ കിടന്നു. നല്ല കാലാവസ്ഥ അല്ലേ? ജനാലകളിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവന് നാണം കൊണ്ട് ഉള്ളു പിടഞ്ഞു. അതെ. അനുയോജ്യമായ ഒരു മൂങ്ങയെ ചുറ്റും നോക്കി ചോ മറുപടി നൽകി. നല്ല ക്വിഡിച്ച് കണ്ടീഷൻ. ഞാൻ ഈ ആഴ്ച പുറത്തു പോയിട്ടേയില്ല. നീയോ? ഇല്ല, ഹാരി പറഞ്ഞു. സ്കൂളിന്റെ ബാൺ ഔളുകളിൽ ഒന്നിനെ ചോ തിരഞ്ഞെടുത്തിരുന്നു. പാഴ്സൽ ഘടിപ്പിക്കാൻ വേണ്ടി അവൾ അതിനെ കൈയിലൂടെ അടുപ്പിച്ചു. അതതിന്റെ കാൽ നീട്ടി. ഹേയ്, ഗ്രിഫിൻഡോറിന് ഇതുവരെ പുതിയൊരു കീപ്പറെ കിട്ടിയില്ലേ? അവൾ ചോദിച്ചു. കിട്ടി. എൻ്റെ സുഹൃത്ത് റോൺ വിസ്ലി. അവനെ അറിയില്ലേ? ഓ, ആ ടൊർണാഡുകളെ വെറുക്കുന്ന ആളാണോ? ചോ വളരെ ശാന്തമായി ചോദിച്ചു. അവൻ നന്നായി കളിക്കുമോ? ഹാ, ഹാരി പറഞ്ഞു. കളിക്കുമെന്ന് തോന്നുന്നു. ഞാൻ അവൻ്റെ ട്രൈ ഔട്ട് കണ്ടിട്ടില്ല. ഞാൻ ഡിറ്റൻഷനിലായിരുന്നു.
ചോ അവനെ നോക്കി. പാഴ്സൽ മൂങ്ങയുടെ കാലുകളിൽ പകുതി മാത്രമേ ഘടിപ്പിച്ചിരുന്നുള്ളൂ. ആ അംബ്രിഡ്ജ് വളരെ മോശം സ്ത്രീയാണ്, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. നീ അവൻ എങ്ങനെയാണ് മരിച്ചതെന്ന സത്യം പറഞ്ഞതുകൊണ്ടാണ് നിന്നെ ഡിറ്റൻഷനിലാക്കിയത്. എല്ലാവർക്കും ഇതറിയാം, സ്കൂൾ മുഴുവൻ. അവളെ അങ്ങനെ എതിർക്കാനുള്ള നിന്റെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ. ഹാരിയുടെ ഹൃദയം പെട്ടെന്ന് വീർത്തു. വീണു കിടന്ന തറയിൽ നിന്ന് കുറച്ചിഞ്ച് പൊങ്ങിയ പോലെ. പറക്കുന്ന ആ കുതിരയെക്കുറിച്ച് ഇപ്പോൾ അവന് ആശങ്കയില്ല. ചോ തന്നെ ധൈര്യശാലിയായി കാണുന്നു. ഒരു നിമിഷം അവളുടെ മൂങ്ങയിൽ പാഴ്സൽ കെട്ടാൻ സഹായിക്കുന്നതിനിടയിൽ തന്റെ മുറിഞ്ഞ കൈ അവളെ കാണിക്കാൻ അവൻ മനഃപൂർവ്വം ചിന്തിച്ചു. ഈ ആവേശകരമായ ചിന്ത ഉടലെടുത്ത ഉടനെ അവളുടെ വാതിൽ വീണ്ടും തുറന്നു. കെയർടേക്കർ ഫിൽച്ച് കിതച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. അയാളുടെ കുഴിഞ്ഞ ഞരമ്പുകളുള്ള കവിളുകളിൽ പേർപ്പിൾ പാടുകൾ ഉണ്ടായിരുന്നു. അയാൾ വിറയ്ക്കുകയായിരുന്നു. നേർത്ത നരച്ച മുടി അഴിഞ്ഞിരുന്നു. അയാൾ ഇങ്ങോട്ട് ഓടിയാണ് എത്തിയതെന്ന് വ്യക്തമാണ്. മിസസ് നോറിസ് അയാളുടെ കണങ്കാൽ തഴുകിക്കൊണ്ടുവന്നു. തലയ്ക്ക് മുകളിലുള്ള മൂങ്ങകളെ നോക്കി അവൾ ആർത്തിയോടെ ശബ്ദമുണ്ടാക്കി. മുകളിൽ നിന്നിപ്പോൾ അസ്വസ്ഥമായ ചിറകടി ശബ്ദം കേൾക്കാം. ആഹാ! ഫിൽച്ച് ഹാരിയുടെ നേരെ മുന്നോട്ട് നീങ്ങി. അയാളുടെ സഞ്ചി പോലുള്ള കവിളുകൾ കോപം കൊണ്ട് വിറച്ചു. നീ ഡങ് ബോംബുകൾക്ക് വലിയൊരു ഓർഡർ ചെയ്യാൻ വന്നതായി എനിക്കൊരു സൂചന ലഭിച്ചു. ഹാരി കൈകൾ കെട്ടി കെയർടേക്കറെ തന്നെ നോക്കി. ഞാൻ ഡങ് ബോംബുകൾ ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? മുഖം ചുളിച്ചുകൊണ്ട് ചോ ഹാരിയെയും ഫിൽച്ചിനെയും മാറി മാറി നോക്കി. ഒരു കാലിൽ നിന്നും അടുത്ത അവളുടെ കൈയിലെ ബാൺ ഔൾ ശാസന ശബ്ദമുണ്ടാക്കി. പക്ഷേ അതവൾ അവഗണിച്ചു. എനിക്കതിന് ആളുകളുണ്ട്, ആത്മസംതൃപ്തിയോടെ ഫിൽച്ച് പറഞ്ഞു. നീ എന്താണോ അയക്കാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് തരിക. കത്ത് പെട്ടെന്ന് പോസ്റ്റ് ചെയ്തതിൽ ഹാരിക്ക് നിർവൃതി തോന്നി. എനിക്കത് തരാൻ കഴിയില്ല, കാരണം അത് പോയി. പോയോ? ദേഷ്യം കൊണ്ട് മുഖം ചുരുട്ടി ഫിൽ ചോദിച്ചു. പോയി, ഹാരി ശാന്തമായി പറഞ്ഞു. ഫിൽച്ച് കോപത്തോടെ വായ തുറന്നു. കുറച്ചു നിമിഷങ്ങൾ വായ അങ്ങനെ പിടിച്ചു. പിന്നെ കണ്ണുകൾ കൊണ്ട് ഹാരിയുടെ വസ്ത്രങ്ങൾ പരിശോധിച്ചു. അത് പോക്കറ്റിലില്ലെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും? അത് അവനത് അയക്കുന്നത് ഞാൻ കണ്ടു, ചോ ദേഷ്യത്തോടെ പറഞ്ഞു. ഫിൽച്ച് അവളുടെ നേരെ നീങ്ങി. നീ അവനെ കണ്ടോ? ഹാ, ഞാൻ അവനെ കണ്ടു, അവൾ പരുഷമായി ഉത്തരം നൽകി. ഒരു നിമിഷം ഫിൽച്ച് ചോയെ തുറിച്ചു നോക്കി. പിന്നെ കെയർടേക്കർ തിരിഞ്ഞ് വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ പിടിയിൽ കൈവച്ചുകൊണ്ട് അയാൾ ഹാരിയെ തിരിഞ്ഞു നോക്കി. ഒരു ഡങ് ബോംബിന്റെ മണം പോലും എനിക്ക് കിട്ടിയാൽ. അയാൾ പടിക്കെട്ടിലൂടെ താഴേക്കിറങ്ങി. മിസസ് നോറിസ് മൂങ്ങകളെ അവസാനമായി ഒരു നോക്ക് നോക്കി അയാളെ പിന്തുടർന്നു. ഹാരിയും ചോയും പരസ്പരം നോക്കി. താങ്ക്സ്, ഹാരി പറഞ്ഞു. അത് കുഴപ്പമില്ല. ഒടുവിൽ പാഴ്സൽ മൂങ്ങയുടെ മറ്റേ കാലിൽ ഉറപ്പിച്ചു. അവളുടെ മുഖം അല്പം പിങ്ക് നിറത്തിലായിരുന്നു. നീ ഡങ് ബോംബുകൾ ഓർഡർ ചെയ്യുകയായിരുന്നില്ലല്ലോ അല്ലേ? അല്ല, ഹാരി പറഞ്ഞു. പിന്നെ എന്തായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്? മൂങ്ങയെ ജനാലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ സംശയം പ്രകടിപ്പിച്ചു. ഹാരി തോൾ കുലുക്കി. അവളെപ്പോലെ തന്നെ അവനെയും അത് അമ്പരപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതവൻ അത്ര കാര്യമാക്കിയില്ല. അവർ ഒരുമിച്ച് ഔളറിയിൽ നിന്നിറങ്ങി. കോട്ടയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഇടനാഴിയുടെ പ്രവേശന കവാടത്തിൽ വച്ച് ചോ പറഞ്ഞു. ഞാൻ ഈ വഴിയാണ് പോകുന്നത്. ശരി ഹാരി, സി യു. ഹാ, സി യു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടുപോയി. ആഹ്ലാദഭരിതനായ ഹാരി നടന്നു. അവളുമായി ഒരു മുഴുവൻ സംഭാഷണം നടത്താൻ അവന് കഴിഞ്ഞിരിക്കുന്നു. ചോ അവനെ ധീരൻ എന്ന് വിളിച്ചിരിക്കുന്നു. അവൻ ജീവനോടെ തിരിച്ചു വന്നതിൽ അവൾക്ക് അവനോട് വെറുപ്പില്ല. തീർച്ചയായും അവൾക്ക് സെഡ്രിക്കിനെ തന്നെയായിരുന്നു ഇഷ്ടം, അതവൻ അറിയാം. സെഡ്രിക് അവളെ വിളിക്കുന്നതിന് മുമ്പ് യൂൾബോളിൽ പങ്കെടുക്കാൻ താൻ ക്ഷണിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു.
ഹാരി ചോദിച്ചപ്പോൾ നിരസിക്കേണ്ടി വന്നതിൽ അവൾ ആത്മാർത്ഥമായി ഖേദിക്കുന്നതായി അവന് തോന്നി. മോർണിംഗ്. ഗ്രേറ്റ് ഹാളിലെ ഗ്രിഫിൻഡോർ മേശയിൽ റോണിനോടും ഹെർമിയോണിയോടൊപ്പവും ഇരിക്കുമ്പോൾ ഹാരി അവരോട് ഉത്സാഹത്തോടെ പറഞ്ഞു. എന്താണ് ഇന്ന് നിനക്കിത്ര സന്തോഷം? ഹാരിയെ അത്ഭുതത്തോടെ നോക്കി റോൺ ചോദിച്ചു. കുടിച്ചുണ്ടിന്ന്, ഹാരി സന്തോഷത്തോടെ പറഞ്ഞു. ഒരു വലിയ പ്ലേറ്റ് ബേക്കണും മുട്ടയും അവൻ്റെ നേരെ വലിച്ചു. ഓ അതെ, റോൺ പറഞ്ഞു. അവൻ കഴിച്ചുകൊണ്ടിരുന്ന ടോസ്റ്റ് കഷ്ണം താഴെ വച്ച് ഒരു വലിയ ഗ്ലാസ് പംകിൻ ജ്യൂസ് കുടിച്ചു. എന്നിട്ടവൻ ഹാരിയോടായി പറഞ്ഞു. എൻ്റെ കൂടെ കുറച്ച് നേരത്തെ വരില്ലേ നീ? ട്രെയിനിങ്ങിന് മുമ്പ് എനിക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നാക്കാം. ഹാ വരാം, ഹാരി മറുപടി നൽകി. നോക്ക്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, ഹെർമിയോണി ഗൗരവത്തിൽ എതിർത്തു. ഹോംവർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾ രണ്ടുപേരും വളരെ പിന്നിലാണ്. പക്ഷേ അവൾ കൂടുതൽ പറയുന്നതിനു മുമ്പ് പതിവ് പോലെ ഡെയിലി പ്രോഫിറ്റുമായി ഒരു സ്ക്രീച്ച് മൂങ്ങ അവളുടെ നേരെ പറന്നു വന്നു. അത് പഞ്ചസാര പാത്രത്തിന് സമീപം അപകടകരമായ രീതിയിൽ വന്ന് കാൽ നീട്ടി. ഹെർമിയോണി ഒരു നട്ട് അതിൻ്റെ തുകൽ സഞ്ചിയിലേക്ക് ഇട്ടു. പത്രമെടുത്ത് മുൻ പേജ് വിമർശനാത്മകമായി സ്കാൻ ചെയ്തു. എന്തെങ്കിലും കാര്യമായുണ്ടോ? ഹോംവർക്ക് വിഷയം അവളുടെ മനസ്സിൽ നിന്ന് മാറ്റാനായി റോൺ ചോദിച്ചു. ഇത് മനസ്സിലാക്കിയ ഹാരി പുഞ്ചിരിച്ചു. ഇല്ല, അവൾ നെടുവീർപ്പിട്ടു. ഹെർമിയോണി പേപ്പർ തുറന്ന് അതിൻ്റെ പിന്നിൽ അപ്രത്യക്ഷയായി. ഹാരി വീണ്ടും മുട്ടയും ബേക്കണും തൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി. റോൺ ജനാലകളിലേക്ക് നോക്കുന്ന തിരക്കിലായിരുന്നു. ഹെർമിയോണി വായനക്കിടെ ഞെട്ടി. ഓ നോ, സീരിയസ്? എന്താ? ഹാരി കടലാസ് പിടിച്ചു വാങ്ങി. അത് നടുകെ മുഴുവൻ കീറിപ്പോയി. അവനും ഹെർമിയോണിയും ഓരോ പകുതി വീതം പിടിച്ചു. കുപ്രസിദ്ധ കൂട്ടക്കൊലപാതകി സിറിയസ് ബ്ലാക്ക് ബ്ലാ 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 നിലവിൽ ലണ്ടനിൽ ഒളിച്ചിരിക്കുന്നതായി വിശ്വസനീയമായ ഒരു ഉറവിടത്തിൽ നിന്ന് മാജിക് മന്ത്രാലയത്തിന് സൂചന ലഭിച്ചിരിക്കുന്നു. ഹെർമിയോണി തന്റെ പകുതിയിലെ ഭാഗം വായിച്ചു. ലൂഷ്യസ് മാൽഫോയ്, അയാൾ തന്നെ, ഉറപ്പ്, ഹാരി രോഷം നിറഞ്ഞ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. പ്ലാറ്റ്ഫോമിൽ വെച്ച് അയാൾ സീരിയസിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ത്? പരിഭ്രമത്തോടെ റോൺ ചോദിച്ചു. എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ. മറ്റു രണ്ടുപേരും ഒരുമിച്ച് ശബ്ദമുണ്ടാക്കി. ബ്ലാക്ക് വളരെ അപകടകാരിയാണെന്ന് മാന്ത്രിക സമൂഹത്തിന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. 13 പേരെ കൊന്ന് അസ്കബാനിൽ നിന്ന് പുറത്തു കടന്നു. പതിവ് അസംബന്ധം. ഹെർമിയോണി തന്റെ പേപ്പറിന്റെ പകുതി താഴെ വെച്ച് ഹാരിയെയും റോണിനെയും ഭയത്തോടെ നോക്കി. അദ്ദേഹത്തിന് ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല, അത്രമാത്രം, അവൾ മന്ത്രിച്ചു. ഡംബിൾഡോർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന്. ഹാരി തന്റെ കീറിക്കളഞ്ഞ പ്രോഫിറ്റിന്റെ കഷണത്തിലേക്ക് വെറുതെ നോക്കി. പേജിന്റെ ഭൂരിഭാഗവും മാഡം മാൽക്കിന്റെ റോബ്സ് ഫോർ ഓൾ ഒക്കേഷൻസിന്റെ പരസ്യത്തിനായി നീക്കിവച്ചിരുന്നു. ഹേയ്, അവൻ വിളിച്ചു. ഹെർമിയോണിക്കും റോണിനും കാണാൻ വേണ്ടി അത് താഴ്ത്തി. ഇത് നോക്ക്, എനിക്ക് വേണ്ട എല്ലാ വസ്ത്രങ്ങളും എൻ്റെ കൈവശമുണ്ട്. റോൺ തടുത്തു. അതല്ല, ഹാരി പറഞ്ഞു. നോക്ക് നോക്ക്, ഇതായി ചെറിയ ഭാഗം. റോണും ഹെർമിയോണിയും അത് വായിക്കാൻ അടുത്തേക്ക് കുനിഞ്ഞു. കഷ്ടിച്ച് 1 ഇഞ്ച് നീളമുള്ള ഒരു വാർത്ത കോളത്തിന്റെ അടിയിലുണ്ടായിരുന്നു. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: മിനിസ്ട്രിയിൽ അതിക്രമിച്ച് കടക്കൽ. ക്ലഫാം ഗാർഡൻസിലെ 2ാം നമ്പർ താമസക്കാരൻ 38-കാരനായ സ്റ്റെർഗിസ് പോഡ്മോർ ഓഗസ്റ്റ് 31-ന് മാജിക് മന്ത്രാലയത്തിൽ അതിക്രമിച്ച് കടക്കൽ, കവർച്ചാ ശ്രമം എന്നീ കുറ്റങ്ങളോടെ വിസംഗമോട്ടിന്റെ പിടിയിലായി. പുലർച്ചെ 1 മണിക്ക് ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള ഒരു വാതിലിലൂടെ ബലപ്രയോഗത്തിലൂടെ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് വാച്ച് വിസാർഡ് എറിക് മഞ്ച് ഇയാളെ പിടികൂടിയത്. സംസാരിക്കാൻ വിസമ്മതിച്ച പോഡ്മോറിനെ 2 കുറ്റങ്ങളിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അസ്കബാനിൽ 6 മാസം തടവിന് ശിക്ഷിച്ചു. സ്റ്റെർഗിസ് പോഡ്മോർ? റോൺ പതുക്കെ പറഞ്ഞു. തലയിൽ മുടി കെട്ടിവെച്ചിരിക്കുന്ന അയാളല്ലേ? അയാൾ ഓർഡറിലെ ഒരാളാണ്. റോൺ, ഹെർമിയോണി ചുറ്റും ഭയത്തോടെ നോക്കി. 6 മാസം അസ്കബാനിൽ, ഹാരി മന്ത്രിച്ചു.
വെറുതെ ഒരു വാതിലൂടെ കടക്കാൻ ശ്രമിച്ചതിന്. മണ്ടത്തരം പറയില്ല, അത് വെറും ഒരു വാതിലൂടെ കടക്കാൻ ശ്രമിച്ചതിന് വേണ്ടിയല്ല. 1 മണിക്ക് മാജിക് മന്ത്രാലയത്തിൽ അയാൾ എന്ത് ചെയ്യുകയായിരുന്നു? ഹെർമിയോണി ചോദിച്ചു. ഓർഡറിന് വേണ്ടി അയാൾ എന്തെങ്കിലും ചെയ്യുകയായിരുന്നോ? റോൺ പിറുപിറുത്തു. 1 നിമിഷം, ഹാരി പതുക്കെ പറഞ്ഞു. സ്റ്റെർഗീസ് നമ്മളെ യാത്ര അയക്കാൻ വരേണ്ടതായിരുന്നു, ഓർമ്മയുണ്ടോ? മറ്റു 2 പേരും അവനെ നോക്കി. അതെ, കിങ്സ് ക്രോസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗാർഡിന്റെ ഭാഗമാകേണ്ടതായിരുന്നു അവൻ, ഓർമ്മയുണ്ടോ? മോളിക്ക് അയാൾ വരാത്തതിൽ ദേഷ്യം വന്നിരുന്നു. അതിനാൽ അയാൾ അവർക്ക് വേണ്ടിയുള്ള ജോലിയിൽ അല്ലായിരിക്കാമെന്ന് കരുതാം, അല്ലേ? വെൽ, അയാൾ പിടിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ലായിരിക്കാം, ഹെർമിയോണി പറഞ്ഞു. ഇതൊരു കള്ളക്കേസാകാം, റോൺ ആവേശത്തോടെ കൂട്ടിച്ചേർത്തു. അല്ല, ശ്രദ്ധിക്ക്! ഹെർമിയോണിയുടെ മുഖത്തെ ഭീഷണി ഭാവം കണ്ട് അവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് തുടർന്നു. ഡംബിൾഡോറിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അയാളെന്ന് മന്ത്രാലയം സംശയിക്കുന്നുണ്ടാകാം. അതിനാൽ അവർ അയാളെ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി. അയാൾ ഒരു വാതിലിലൂടെയും കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ അവർ അയാളെ പിടികൂടാൻ എന്തെങ്കിലും തന്ത്രം മെനഞ്ഞതായിരിക്കും. ഹാരിയും ഹെർമിയോണിയും ഇതേക്കുറിച്ച് ആലോചിച്ചു. ഹാരിക്കത് അവിശ്വസനീയമാണെന്ന് തോന്നി. മറുവശത്ത് ഹെർമിയോണിക്ക് വളരെ മതിപ്പ് തോന്നി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.